സംസ്ഥാന വ്യാപകമായി ഇ-പോസ് മെഷീൻ വീണ്ടും പണിമുടക്കി. റേഷൻ വിതരണവും കേന്ദ്ര അരിക്ക് വേണ്ടിയുള്ള മസ്റ്ററിങ്ങും മുടങ്ങിപ്പോയി. മഞ്ഞ പിങ്ക് കാർഡുകളുടെ മസ്റ്ററിംഗ് തുടരുന്നതിനിടെയാണ് സംസ്ഥാന വ്യാപകമായി സെർവർ തകരാറിലായി പോയത്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നു എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാത്ത പ്രതിസന്ധി ഒരു വശത്ത്. അതിനിടെയാണ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങളും അവതാളത്തിലായത്. ഈ മാസം 31 വരെയാണ് റേഷൻ കടകൾ വഴി മസ്റ്ററിങ്ങിനുള്ള സമയപരിധി. ഇതോടെ വിതരണക്കാരും ഉപഭോക്താക്കളും ബുദ്ധിമുട്ടിലായി. ഇ-പോസ് മെഷീന്റെ ക്ലൗഡ് മാറ്റിയിട്ടും ബാൻഡ്വിഡ്ത്ത് കൂട്ടിയിട്ടും നിരന്തരം പണിമുടക്കുകയാണ് മെഷീൻ. കഴിഞ്ഞ 7 മാസത്തിലേറെയായി ഇ-പോസുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ഭക്ഷ്യവകുപ്പിനായിട്ടില്ല. റേഷൻ വിതരണം പലയിടങ്ങളിലും പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു. റേഷൻ വാങ്ങാനെത്തിയ പലരും വാങ്ങാതെ മടങ്ങേണ്ട അവസ്ഥയാണെന്ന് റേഷൻ വ്യാപാരികൾ പറഞ്ഞു. KYC മസ്റ്ററിങ് ഒരു കാരണവശാൽ രണ്ടും കൂടി ഒരുമിച്ച് നടക്കൂല. കാരണം മസ്റ്ററിങ് എന്ന് പറയുന്നത് ഒരു കാർഡിലെ മുഴുവൻ അംഗം കൂടെ, അതായത് ഒരു കാർഡിലെ ആളല്ല. അതിപ്പോൾ 5 അംഗങ്ങളുണ്ടെങ്കിൽ 5 അംഗങ്ങളെ മസ്റ്ററിങ് ചെയ്യണം. അങ്ങനെ ഈ 7 ജില്ലയിൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ വിഷയം സ്റ്റക്കാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മസ്റ്ററിങ് തൽക്കാലം നിർത്തിവെച്ച് റേഷൻ വിതരണം തുടങ്ങുക. മഞ്ഞ പിങ്ക് നിറത്തിലുള്ള കാർഡുകൾക്കും നീല വെള്ള കാർഡുകൾക്കും പ്രത്യേക ബില്ലുകൾ വേണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കുന്നതിനിടെയാണ് ഇ-പോസ് വീണ്ടും പണിമുടക്കിയത്. ഈ മാസം 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. എന്നാൽ തുടർച്ചയായി ഉണ്ടാകുന്ന സാങ്കേതിക തകരാർ റേഷൻ വിതരണവും മസ്റ്ററിങ്ങും തകിടം മറിച്ചു. ഹൈദരാബാദ് NIC ആണ് ഇ-പോസ് മെഷീനിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തകരാറുകൾ പരിഹരിക്കുന്നുവെന്ന വിശദീകരണമാണ് ഭക്ഷ്യവകുപ്പ് നൽകുന്നത്. എന്നാൽ 7 മാസത്തിലധികമായി ഈ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ റേഷൻ വ്യാപാരികളും പൊതുജനങ്ങളും വലിയ പ്രതിഷേധത്തിലാണ്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.